രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ ആൾ ആചാരമര്യാദയോട് കൂടിയിട്ട് ശിരസ് കുനിച്ച് ഭഗവാന്റെ മുന്നിൽ നിൽക്കുന്ന സമയത്ത് എന്തോ വിഴുങ്ങിയതുപോലെയാണ് വാസവൻ തൊട്ടടുത്ത് നിന്നത്. ആചാരം താല്പര്യമില്ലെങ്കിൽ എന്തിനാണ് ഇതുപോലെയുള്ള ആളുകൾ ദേവസ്വം വകുപ്പിനെ ഭരിക്കുന്നത് എന്നുള്ള ചോദ്യം കേരളത്തിലെ ജനങ്ങൾ ചോദിക്കും. അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രി കടകംപള്ളി സുരേന്ദ്രനും അതുപോലെ തന്നെ കൃത്യമായിട്ടുള്ള റോളുണ്ട് എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഇതുവരെ മൗനത്തിലാണ്. ഈ മൗനം തന്നെയാണ് ആഭ്യന്തര വകുപ്പിലേക്കുള്ള ദൂരം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ മാത്രം മുഖ്യമന്ത്രിയാണ് എന്ന് പലപ്പോഴും ശഠിക്കാനും അത് പ്രാവർത്തികമാക്കാനും ഇഷ്ടമുള്ള കേരളത്തിൻ്റെ എല്ലാവരുടെയും ഭാഗ്യക്കേട് കൊണ്ട് എന്നേ ഞാൻ പറയൂ. അങ്ങനെയുള്ള ഒരു മുഖ്യമന്ത്രി ഇന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെ ഒരു നടപടിയെടുക്കാനോ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്കെതിരെ ഒരു നടപടിയെടുക്കാനോ സാധിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ ഇത് ഉണ്ണികൃഷ്ണൻ പോറ്റി ഈസ് ഈക്വൽ ടു ആഭ്യന്തര വകുപ്പ് എന്ന് പറയേണ്ടി വരും. ചെങ്കോലും കിരീടവും ഏൽപ്പിച്ചു കൊടുത്തിട്ടുള്ളത് കേരളത്തിലെ പ്രജകളാണെങ്കിൽ അവർ ഈ ചെങ്കോലും കിരീടവും അഴിച്ചു വെപ്പിക്കും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട.